ഹായ്, എൻ്റെ പേര് ഹരിപ്രിയ ദാസ്. അപ്പം നമുക്കിന്ന് അക്കൗണ്ട് പേയബിളും അക്രൂഡ് എക്സ്പെൻസും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് നോക്കാം. അക്കൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ലയബിലിറ്റിയാണ്, അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതും ലയബിലിറ്റിയാണ്. രണ്ടും കറണ്ട് ലയബിലിറ്റിയാണ്, രണ്ടും ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. പക്ഷേ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് ബില്ല് റിസീവ് ചെയ്തിട്ടുണ്ടാവും, വേറെ ഒന്നിന് ബില്ല് റിസീവ് ചെയ്തിട്ടില്ല. ഏതിനാണ് ബില്ല് റിസീവ് ചെയ്തത്? അക്കൗണ്ട് പേയബിളിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ബില്ല് റിസീവ് ചെയ്തിട്ടുണ്ടാവും, നേരെ മറിച്ച് അക്രൂഡ് എക്സ്പെൻസിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ബില്ല് റിസീവ് ചെയ്തിട്ടില്ല. അക്കൗണ്ട് പേയബിളിൻ്റെ എൻട്രി എങ്ങനെയാണ് വരിക? എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു അക്കൗണ്ട് പേയബിൾ. പിന്നെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അക്കൗണ്ട് പേയബിൾ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യും, അപ്പോൾ അക്കൗണ്ട് പേയബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് വരും. അക്രൂഡ് എക്സ്പെൻസിൻ്റെ എൻട്രി എങ്ങനെയാണ് വരിക? അക്രൂഡ് എക്സ്പെൻസിന് അക്രൂഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു അക്രൂഡ് എക്സ്പെൻസ് പേയബിൾ എന്ന് വരും ലയബിലിറ്റി. ഇനി ലയബിലിറ്റി കുറയുമ്പോൾ, അതായത് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അക്രൂഡ് എക്സ്പെൻസ് പേയബിൾ ടു ബാങ്ക് ഓർ ക്യാഷ് എന്ന് വരും. ഇനി ഈ അക്കൗണ്ട് പേയബിളും ക്രെഡിറ്റേഴ്സും ഒന്ന് തന്നെയാണോ? കുറച്ച് വ്യത്യാസമുണ്ട്. എല്ലാ ക്രെഡിറ്റേഴ്സും അക്കൗണ്ട് പേയബിൾ അല്ല, നേരെ മറിച്ച് എല്ലാ അക്കൗണ്ട് പേയബിളും ക്രെഡിറ്റേഴ്സാണ്. അക്കൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ലയബിലിറ്റിയാണ് വരുന്നത്. സോ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.